ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ നീ ഇങ്ങോട്ട് കയറി വാ മക്കളെ എന്നിങ്ങനെ വിളിക്കുന്നുണ്ട് ശാലിനിയെ. അന്നേരം ശിവൻ വന്നിട്ട് പിന്നെ പിള്ളയോട് എന്ത് പറ്റിയും ചോദിക്കുമ്പോൾ അതൊക്കെ കഷ്ടകാലമാണ് കുഞ്ഞെ പറ്റി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഭാമ വഴക്ക് പറഞ്ഞു തന്ന് മോള് കണക്കാക്കണ്ട, മോൾ ഇങ്ങോട്ട് വന്നേ, പിന്നെ കയറി വാ എന്ന് ഇങ്ങനെ വിളിക്കുകയാണ്. അന്നേരം രണ്ടു മൂന്ന് തവണ രാഘവൻ നായർ ഇങ്ങനെ പറയുമ്പോൾ ശാലിനിയെ കാലിങ്ങനെ എടുത്ത് വയ്ക്കുമ്പോൾ സത്യഭാമ ആകെ ദേഷ്യത്തിനകത്ത് നിന്ന് ഇറങ്ങി വരികയാണ്. പിന്നാലെ പൊന്നിയും വരുന്നുണ്ട്. ഈ വീട്ടിൽ കയറി പോകരുതെന്നാണ് പറഞ്ഞത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ശാലിനിയെ കാലങ്ങ് പിറകോട്ട് വലിക്കുകയാണ്. എന്നിട്ട് മുന്നോട്ട് വന്നിട്ട് ഭാമ പറയുന്നുണ്ട്, എൻ്റെ മകൻ വിഷ്ണുവിനെ കൊന്നവളാണ് നീ, അതുകൊണ്ട് നിനക്ക് ഈ വീട്ടിൽ കയറാനുള്ള അവകാശം ഇല്ല എന്നിങ്ങനെ പറയുമ്പോൾ ശിവനാണെങ്കിൽ അങ്ങോട്ട് എഴുന്നേൽക്കുന്നുണ്ട്. രാഘവൻ നായരും പറയുകയാണ്, എന്തുവാ ഭാമ നീ പറയുന്നത്, നിനക്ക് വട്ടായോ, അതേ വിഷ്ണു അല്ലേ ഈ നിൽക്കുന്നത്, പിന്നെ നീ എന്തുവായി പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരമാണെങ്കിൽ ഭാമ പറയുകയാണ്, രാഘവേട്ടൻ ഓർമ്മയില്ലാത്തത് കൊണ്ട് പറയുകയാണ്, പക്ഷേ എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, പക്ഷെ നീ ഈ വീട്ടിൽ കയറി പോകരുത് എന്നിങ്ങനെ പറയുമ്പോൾ അങ്ങനെയൊന്നും പറയരുത്, അവളെ പിന്നെ അകത്ത് കയറ്റാതെ വിഷ്ണു അല്ലേ നിൽക്കുന്നത്, അവളെ പുറത്താക്കിയാൽ പിന്നെ ഇവനും എന്താണ് ചെയ്യുക, ഒരിക്കലും നീ പുറത്താക്കിയതല്ലേ, ഒരു മനസ്സിനുണ്ട്, ശരീരമായിട്ട് ജീവിക്കുന്നവരാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതിനെ കയറരുത് എന്നിങ്ങനെ തന്നെ ഭാമ ഉച്ചത്തിൽ പറയുമ്പോൾ ശിവനാണെങ്കിൽ അങ്ങോട്ട് എഴുന്നേക്കും, അത് സത്യാമ്മ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം നീ മിണ്ടിപ്പോകരുത്, നീ ഈ വീട്ടിലെ വെറും ഡ്രൈവർ മാത്രമാണ്, അപ്പോൾ കുടുംബകാര്യത്തിൽ ഇടപെടേണ്ട, ഡ്രൈവറുടെ സ്ഥാനത്ത് നിന്നാൽ മതി എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ശിവനൊന്നും മിണ്ടാതെ തന്നെ നിൽക്കുന്നുണ്ട്. അന്നേരമാണെങ്കിൽ രാഘവൻ നായർ പറയുകയാണ്, നിനക്ക് ഇവൻ ഡ്രൈവറാണോ, പക്ഷേ എനിക്ക് ഡ്രൈവറൊന്നുമല്ല, അവനെ പുറത്താക്കിയാൽ അവളെ ആരെയും പുറത്താക്കാൻ കഴിയില്ല, വിഷ്ണുവിനെ പുറത്താക്കുകയാണെങ്കിൽ പിന്നെ ഞാനും കൂടി പുറത്ത് പോകുക ചെയ്യും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഭാമ അങ്ങ് കരയുകയാണ്. സത്യഭാമ പറയുന്നുണ്ട്, വിഷ്ണു രാഘവേട്ടന് ഓർമ്മയില്ലാഞ്ഞിട്ടാണ്, എൻ്റെ സ്വപ്നങ്ങൾ, എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ ജീവിതം എല്ലാം തകർത്തിട്ടാണ് ഇവൾ നിൽക്കുന്നത് എന്നിങ്ങനെ ഉണ്ട്, ഇവളെ കയറ്റാൻ പറ്റില്ല എന്നിങ്ങനെ കറക്റ്റായിട്ട് തന്നെ തടുത്ത് തന്നെ പറയുകയാണ്. പക്ഷേ രാഘവൻ നായർ പറയുന്നുണ്ട്, അതെങ്ങനെ ശരിയാവും, മോളിങ്ങോട്ട് കയറി വന്നേ, അവൾ പറയുന്നതൊന്നും കാര്യമാക്കണ്ട, നീ എൻ്റെ മകൻ വിഷ്ണുവിൻ്റെ ഭാര്യയാണ്, അവൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലമാണെങ്കിലും നിനക്ക് ഈ വീട്ടിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്, കയറി വാ മോൾ കയറി വാ എന്നിങ്ങനെ വിളിക്കുമ്പോൾ ഭാമ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അവസാനം രാഘവൻ നായരുടെ നിർബന്ധത്തിന് വഴങ്ങി ശാലിനിയാണെങ്കിൽ ഇങ്ങനെ അകത്തേക്ക് കയറി വരുന്നുണ്ട്. അന്നേരം ഭാമ പിന്നെ അങ്ങോട്ട് തുള്ളുകയാണ് ഭാമ. എന്നിട്ട് പറയുന്നുണ്ട്, ശാലിനിയെ അങ്ങോട്ട് പിടിച്ചിട്ട് പറയുകയാണ്, രാഘവേട്ടൻ പറഞ്ഞത് നീ കേട്ടല്ലോ, വിഷ്ണു അവൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം, അത് രാഘവേട്ടന് മനസ്സിലായില്ലെങ്കിൽ എനിക്ക് മനസ്സിലാവും, ഞാൻ നല്ല ഓർമ്മയോട് കൂടി തന്നെയാണ് നിൽക്കുന്നത്, നിനക്കും അത് മനസ്സിലാവും, അതുകൊണ്ട് നീ ഇതിനകത്തേക്ക് കയറാൻ നോക്കണ്ട, എൻ്റെ മകൻ വിഷ്ണുവിൻ്റെ ആത്മാവ് പൊറുക്കില്ല എന്ന് പറയുമ്പോൾ രാഘവൻ നായകിനെ ആ സ്റ്റിക്ക് കൊണ്ട് ഇങ്ങനെ ഭാമയെ ഓങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആത്മാവ് നിനക്കെന്താ വട്ടായോ, മോനാണെങ്കിൽ ഇങ്ങനെ ജീവിച്ചിരിക്കും മുമ്പേ നിൽക്കുമ്പോൾ അങ്ങനെയൊക്കെയാണോ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഭാമ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. എന്നിട്ട് പറയുകയാണ്, നീ ഈ വീട്ടിനകത്ത് കയറിയാൽ സത്യഭാമ പിന്നെ ഇവിടെ ഉണ്ടാവില്ല, ശവമായിട്ട് പുറത്തേക്ക് എടുക്കുകയുള്ളൂ, എന്തും ചെയ്യാൻ തൻ്റെ ഇടമുള്ള സത്യഭാമയാണ് പറയുന്നത്, അതുകൊണ്ട് നീ ഒരു പരീക്ഷണത്തിന് നിൽക്കരുത്, നീ തോറ്റു പോവുകയുള്ളൂ എന്നിങ്ങനെ പറഞ്ഞിട്ട്, നിനക്ക് കാര്യങ്ങൾ അറിയാമല്ലോ, അകത്തേക്ക് നീ എൻ്റെ വാക്ക് ധിക്കരിച്ച് നീ അകത്തേക്ക് കയറി പോകരുത് എന്നിങ്ങനെ പറഞ്ഞിട്ട് ആകെ കരഞ്ഞ് ബഹളം ഉണ്ടാക്കിയിട്ട് ഭാമ അങ്ങ് കയറി പോവുകയാണ്. അന്നേരം രാഘവൻ നായർ പറയുകയാണ്, ഇവൾക്ക് എന്താ വട്ടായോ, വട്ട് തന്നെ, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ പറയാമോ, ഇങ്ങനെയുണ്ടോ ഒരു ദേഷ്യവും വാശിയെന്ന് പറഞ്ഞ് രാഘവൻ നായർ നിൽക്കുകയാണ്. ശാലിനി ഇങ്ങനെ ആകെ സങ്കടപ്പെട്ട് തന്നെ നിൽക്കുകയാണ്. ഈ സമയത്ത് കുട്ടികളാണെങ്കിൽ ഓട്ടോയിൽ എത്തുന്നുണ്ട്. നേരം രാഘവൻ നായർ പറയുന്നുണ്ട്, ഞാൻ ഈ വീട് ഉണ്ടാക്കിയിരിക്കുന്നത് എൻ്റെ മക്കൾക്ക് താമസിക്കാൻ വേണ്ടി തന്നെയാണ്, അവൾ പറയുന്നതെന്ന് കാര്യമാക്കണ്ട എന്നൊക്കെ പറയുകയാണ്. നേരം കുട്ടികൾ ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയിട്ട്, അതേ അമ്മ വന്നല്ലോ, ശിവനെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഓടി വന്ന് ശാലിനിയെ കെട്ടിപ്പിടിക്കുകയാണ്. അമ്മ എങ്ങോട്ടും പോകണ്ട, അമ്മ പോകണമെങ്കിൽ ഞങ്ങളെയും കൊണ്ടുപോകണം, ഞങ്ങളും വരുമെന്ന് പറഞ്ഞ് കരയുകയാണ്. അന്നേരം നമുക്ക് പോവാം എന്നിങ്ങനെ ശാലിനി പറയുകയാണ്. അന്നേരം മക്കളെ എന്നിങ്ങനെ രാഘവൻ നായർ വിളിക്കുകയാണ്. അന്നേരം ശാലിനി പറയുന്നുണ്ട്, നമ്മൾ താമസിക്കുന്ന ഇവിടെ അല്ല എന്നിങ്ങനെ പറഞ്ഞ് കുട്ടികളെ ചേർത്ത് പിടിക്കുകയാണ്. അന്നേരം പെട്ടെന്ന് ശിവൻ രാഘവൻ നായരോട് പറയുന്നുണ്ട്, അച്ഛാ നമ്മളൊന്ന് പുറത്ത് പോയിട്ട് വരാം, അപ്പോഴത്തേക്ക് സത്യമായിട്ട് ദേഷ്യമൊക്കെ ഒന്ന് മാറും, അപ്പോഴത്തേക്ക് തിരിച്ചെത്താം എന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് ശാലിനിയാണെങ്കിൽ ഇങ്ങനെ എല്ലാവരെയും നോക്കിയിട്ട് ശിവനെയും പൊന്നിയെയും രാഘവൻ നായരെയും ഒക്കെ ഒന്ന് നോക്കിയിട്ട് ഈ കുട്ടികളെയും ചേർത്ത് പിടിച്ച് അവിടെ നിന്ന് നടന്നിറങ്ങുകയാണ്. ഗേറ്റ് കഴിഞ്ഞ് ഇങ്ങനെ നടന്ന് ഇറങ്ങുന്നുണ്ട്. അന്നേരമാണെങ്കിൽ മുമ്പൊരിക്കൽ ശാരദാമ്മ ശാലിനിയെയും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിയില്ലേ, ഒരു വള മോഷ്ടിച്ചു എന്ന് പറഞ്ഞ ആ ഒരു സംഭവം ഉണ്ടായല്ലോ ഒരിക്കൽ, അന്ന് സുസ്മിതയുടെ, അങ്ങനെ ആ ഒരു സീനും കാണിക്കുന്നുണ്ട്. പിന്നീട് ശാരദാമ്മയെ 3 കുഞ്ഞുങ്ങളെയും കൊണ്ട് അന്ന് ഗോപാലകൃഷ്ണൻ കല്യാണം കഴിച്ചപ്പോൾ തിരിച്ചിറങ്ങിയ ആ ഒരു സീനും ഒക്കെ കാണിക്കുകയാണ്. അതേ ഒരു ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ ശാലിനി 2 കുട്ടികളെയും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുന്ന ആ ഒരു സീനും കാണിക്കുന്നുണ്ട്. അന്നേരം രാഘവൻ നായർക്ക് ആകെ വിഷമമൊന്നുണ്ട്. അന്നേരം ആ മക്കളെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, തിരിച്ചു വരും അച്ഛൻ, ഞാൻ കൊണ്ടുവരും, അച്ഛൻ സമാധാനപ്പെട് എന്നിങ്ങനെ ഒരു ഉറപ്പെന്ന പോലെ ശിവനാണെങ്കിൽ പിന്നെ രാഘവൻ നായരോട് പറയുന്നുണ്ട്. അന്നേരം ശാലിനിയാണെങ്കിൽ കുട്ടികളെയും കൊണ്ട് ഗേറ്റ് കഴിഞ്ഞ് നടന്ന് പോവുകയാണ്.
ഈ സമയം അവിടെ കുടുംബശ്രീ ഹോട്ടലിലാണെങ്കിൽ ശ്യാമ 2 പണിക്കാരെ ഇങ്ങനെ ജോലിക്ക് നിർത്തിയിട്ടുണ്ട്. ഒരു ആണിനെയും ഒരു സ്ത്രീ ഒരു പുരുഷനെയാണ് കാണിക്കുന്നത്. സ്ത്രീയാണെങ്കിൽ ഇങ്ങനെ ഫോൺ നോക്കി നിൽക്കുകയാണ്. അന്നേരം അയാളാണെങ്കിൽ അവിടെ ചായയൊക്കെ എടുക്കുന്നുണ്ട്. കഴിക്കാനിരിക്കുന്ന ഒരു കറിയൊക്കെ ചോദിക്കുമ്പോൾ ഇവരിങ്ങനെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം അയാൾ വഴക്ക് പറയുന്നുണ്ട്, അവിടെ കറി ചോദിക്കുന്ന കിട്ടില്ലേ, സമയം കിട്ടി അങ്ങോട്ട് ഫോൺ നോക്കിക്കൊണ്ടിരിക്കും, ഇതുകൊണ്ടാണ് നിന്നെ പണിക്കാരും വിളിക്കാത്തതെന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടുപേരും ഒരുപോലെ ജോലി ചെയ്യുന്നവരാണ്, ഓർഡറൊന്നും ഇടണ്ട എന്നിങ്ങനെ പറഞ്ഞിട്ട് കറിയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ സമയത്താണ് ഗോപാലകൃഷ്ണനാണെങ്കിൽ അവിടെ കോടതിയിൽ നിന്ന് പിന്നെ ഓട്ടോയിൽ അവിടെ എത്തുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഹോട്ടലിലേക്കാണ് ആദ്യം കയറി വരുന്നത്. അന്നേരം ഈ രണ്ട് ജോലിക്കാരെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് ചായ കുടിക്കാൻ എന്നോണം അങ്ങോട്ടത്തേക്ക് ഇരിക്കുകയാണ്. അന്നേരം ശ്യാമയും കാണുന്നില്ലല്ലോ, ഇവളിപ്പോൾ ഹോട്ടലൊക്കെ വിറ്റോ, ഇവരൊക്കെ ആരാ എന്നൊക്കെ നോക്കിയിട്ട് ഒരു ചായ വേണമെന്ന് പറയുമ്പോൾ എന്നിട്ട് പെട്ടെന്ന് വേണമെന്ന് പറയുകയാണ്. അന്നേരം എടുക്കട്ടെ ചേട്ടാ എന്നിങ്ങനെ ആ സ്ത്രീ പറയുന്നുണ്ട്. അന്നേരം അയാൾ കൊണ്ട് ചായ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അന്നേരം ഇത്തിരി പതിയെ പറ്റുള്ളൂ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി കുടിക്കുമെന്ന് പറയുകയാണ്. അന്നേരം നിങ്ങളുടെ ഇഷ്ടത്തിലാണോ, നിൻ്റെ ഇഷ്ടത്തിനാണോ ഞാൻ ചായ കുടിക്കേണ്ടതെന്ന് പറയുമ്പോൾ ഇഷ്ടം അല്ലെങ്കിൽ വേറെ എങ്ങോട്ടെങ്കിലും പൊയ്ക്കോ എന്ന് അയാൾ പറയുമ്പോൾ എൻ്റെ കടയിൽ നിന്ന് എൻ്റെ കടയിൽ ഒന്ന് പണിയെടുത്തിട്ട് എന്നെ ഭരിക്കുന്നു എന്നും പറഞ്ഞ് ദേഷ്യത്തോടെ ഗോപാലകൃഷ്ണൻ ചാടി എഴുന്നേറ്റ് നീയൊക്കെ ആരാ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം ശ്യാമയാണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇവരൊക്കെ എൻ്റെ പണിക്കാരാണ് എന്ന് പറയുന്നുണ്ട്. ഞാൻ നടത്തിപ്പുകാരിയായി പോയല്ലേ, ഹോട്ടൽ പണിക്ക് അല്ലാതെ ആളിനെ കിട്ടാനില്ല എന്ന് പറയുമ്പോൾ രാജിയും പിന്നെ ശാന്തി അവരൊക്കെ പോയോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അവർക്കൊക്കെ വരാതിരിക്കാനായിട്ട് ഓരോരോ കാരണങ്ങളാണ്. ഇതിപ്പോൾ 2 ദിവസത്തെ കാര്യമുള്ളൂ, അപ്പോൾ എങ്ങനെയെങ്കിലും രാജി ചേച്ചി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നിങ്ങനെ നടത്തിപ്പുകാരിയായി പോയില്ലേ, എനിക്ക് നടത്തിയല്ലേ ഒക്കൂ എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് ഗോപാലകൃഷ്ണനാണെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് ചാടി എഴുന്നേൽക്കുന്നുണ്ട്. എന്നിട്ട് അപ്പോൾ ശ്യാമ ചോദിക്കണം അച്ഛൻ എവിടേക്കാന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, രോഹിത് ഓട്ടോയിൽ വരുന്നുണ്ട്. രോഹിത്താണ് ചോദിക്കുന്നത് അച്ഛൻ എവിടേക്കാണ്. അന്നേരം പിന്നെ ശാലിനിയുടെ അടുത്ത് പോയി കുഞ്ഞിനെ ഒന്ന് കാണണം, എന്നിട്ട് കുഞ്ഞിനെയും കൊണ്ട് ശാരിയെ ഹോസ്പിറ്റലിൽ പോയൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് ഗോപാലകൃഷ്ണൻ ഇറങ്ങി നടക്കുകയാണ്. അന്നേരം ഇനി എന്ത് അത് വെച്ചാന്ന് രോഹിത് പറയാൻ വരുന്നുണ്ട്. പക്ഷേ ഗോപാലകൃഷ്ണൻ കേൾക്കുന്നില്ല, അങ്ങ് നടന്നു പോവുകയാണ്. അന്നേരം ഇനിയിപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് അത് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് ശ്യാമ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. അതേസമയം ശാലിനിയാണെങ്കിൽ കുട്ടികളെയും കൊണ്ട് നേരെ കളക്ടറേറ്റിലേക്കാണ് വരുന്നത്. ഓട്ടോയിലാണ് വരുന്നത്. അന്നേരം അനുപല്ലവി ഇങ്ങനെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു. നേരെ ഇതെന്താ മേഡം ഓട്ടോയിൽ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പിന്നെ പെട്ടെന്ന് കുട്ടികളെയും കൊണ്ട് ഇറങ്ങിയപ്പോൾ ഓട്ടോയാണ് കിട്ടിയത്, കാറായാലും എന്തായാലും നമ്മുടെ കാര്യങ്ങൾ നടന്നാൽ പോരെ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഹായ് ആൻറ്റി എന്നൊക്കെ കുട്ടികൾ പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ അരുണ കൃഷ്ണമൂർത്തി വിളിച്ചിരുന്നു, അച്ഛന് ജാമ്യം കിട്ടിയെന്ന് പറയാൻ പറഞ്ഞു എന്ന് പറയുകയാണ്. അന്നേരം ശാലിനി പറയുന്നുണ്ട് അത് ശരി, കുട്ടികൾക്ക് ക്യാൻറ്റീനിൽ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുക, അവരൊന്നും കഴിച്ചിട്ടില്ല എന്ന് പറയുക. അന്നേരം അതൊക്കെ ഞാൻ വാങ്ങിക്കൊടുത്തോളാം എന്ന് പറഞ്ഞ് ശാലിനി അകത്തേക്ക് പോകുന്നുണ്ട്. തുടർന്ന് അനുപല്ലവിയാണെങ്കിൽ എന്താ വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഐസ്ക്രീം മതിയെന്ന് പപ്പി പറയുമ്പോൾ സത്യം പറയുന്നുണ്ട് എങ്കിൽ എനിക്കും അത് മതി. അന്നേരം ഐസ്ക്രീം ഒന്നും കിട്ടില്ല, പിന്നെ ചൂട് പാല് വാങ്ങിച്ചു തരാം, കൂടെ സ്നാക്സും എന്ന് പറയുകയാണ്. അന്നേരം പാല് വേണ്ട, ജ്യൂസ് മതി എന്ന് കുട്ടികൾ പറയുമ്പോൾ എങ്കിൽ ശരി എന്ന് പറയുകയാണ്. എന്നിട്ട് സത്യമാണെങ്കിൽ പപ്പിയുടെ ചെവി പറയുന്നുണ്ട് ശിവനങ്ങൾ വരികയാണെങ്കിൽ അങ്ങനെ കൊണ്ട് നമുക്ക് ഐസ്ക്രീം വാങ്ങിക്കാം. അന്നേരം ശരി എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് കുട്ടികൾ പറയുന്നുണ്ട്. തുടർന്ന് ഈ കുട്ടികൾ രണ്ടുപേരെയും കൊണ്ട് അനുപല്ലവിയാണെങ്കിൽ ക്യാൻറ്റീനിലേക്ക് പോകുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ തൻ്റെ ക്യാബിനിലേക്ക് പോയിരിക്കുന്ന ശാലിനി ഇങ്ങനെ ആ ഒരു വിഷ്ണുവിൻ്റെ ശാലിനിയുടെ ഫോട്ടോ ഫ്രെയിം അവിടെ വെച്ചിട്ടുണ്ടല്ലോ, അതിൽ നോക്കി ഇങ്ങനെ വിഷമിക്കുന്നുണ്ട്. എന്തിനാ വിഷ്ണുട്ട എന്നോട് ഈ ചതി ചെയ്തത്, ഇപ്പോൾ എല്ലാവരുടെയും മുന്നിൽ ഞാൻ കുറ്റക്കാരിയാക്കിയില്ലേ, സത്യാമ്മയുടെ മുന്നിൽ ഞാനിപ്പോൾ മോഷ്ടാവും കൊലപാതകയും ഒക്കെയാണ്, ഇതൊക്കെ എങ്ങനെയാണ് ഞാൻ ബോധ്യപ്പെടുത്തി എടുക്കേണ്ടത്, പിന്നെ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് എങ്ങനെ പറഞ്ഞറിയിക്കാനാണ്, കമലം വരെ എന്നെ തെറ്റിദ്ധരിച്ചു എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഹോസ്പിറ്റൽ സീനൊക്കെ ആലോചിക്കുന്നുണ്ട്. സത്യാമ്മ ഇറക്കി വിട്ടതൊക്കെ ഓർമ്മിക്കുകയാണ്. കമലം പറഞ്ഞതിലൊന്നും ഒരു കുഴപ്പമില്ല, അങ്ങനെയായിരുന്നല്ലോ നിങ്ങൾ തമ്മിലുള്ള ബന്ധം, എങ്ങനെയും സത്യാമ്മയെ പിന്നെ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ വേണ്ടി ഞാൻ വിഷ്ണുവിനെ കൊന്ന ഒരു മോഷ്ടാവൊക്കെ ആക്കി വെച്ചിരിക്കുകയാണ്. സത്യാമ്മയെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം, എല്ലാം മനസ്സിലാക്കിയ ശേഷം സത്യാമ്മ പറയും വിഷ്ണുവേട്ടൻ മരിച്ചിട്ടില്ല എന്ന് എൻ്റെ ഹൃദയത്തിൽ ഞാൻ പ്രതിഷ്ഠിച്ച് വെച്ചിരിക്കുകയാണ് എന്നുള്ളത് സത്യാമ്മ അറിയും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഇതേസമയം ഗോപാലകൃഷ്ണനാണെങ്കിൽ അവിടെ സത്യഭാമയുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അന്നേരമാണെങ്കിൽ ഉമ്മറത്ത് രാഘവൻ നായർ ഇങ്ങനെ കൈയൊക്കെ തടവി ഇങ്ങനെ ഇരിക്കുകയാണ്. അന്നേരം ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഗോപാലകൃഷ്ണൻ മുറ്റത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അന്നേരം അതാരും ഗോപാലകൃഷ്ണനെ വന്നാട്ടെ അവിടെ തന്നെ നിന്ന് എന്താ കയറി വാന്ന് വിളിക്കുകയാണ്. അന്നേരം ഗോപാലകൃഷ്ണൻ അതെന്നും പറഞ്ഞ ആ ഒരു കേസിലേക്ക് പെട്ടുകൊണ്ട് ആ ഒരു ചെറിയ നാണക്കേടുന്ന രീതിയിൽ മുറ്റത്ത് തന്നെ നിൽക്കുകയാണ്. അന്നേരം എന്തിനാ മടിക്കുന്നത്, ഗോപാലകൃഷ്ണൻ ഇവിടെ എപ്പോഴും വരാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, മോളുടെ വീടല്ലേ, ബന്ധു വീടല്ലേ, ഇങ്ങോട്ട് കയറി വന്നാട്ടെ എന്ന് വിളിക്കുമ്പോൾ ഗോപാലകൃഷ്ണൻ അകത്തേക്ക് കയറുന്നുണ്ട്. അന്നേരം അങ്ങോട്ട് ഇരിക്കുക എന്ന് പറയുമ്പോൾ ആ സോപാനത്തിലേക്ക് ഇരിക്കുകയാണ്. അന്നേരം കസേരയിലേക്ക് ഇരിക്കുമെന്ന് പറയുമ്പോൾ വേണ്ട ഞാനിവിടെ ഇരുന്നോളാം എന്ന് പറഞ്ഞ് സോപാനത്തിലേക്ക് ഇരിക്കുന്നുണ്ട്. അന്നേരം പിന്നെ ഞാനേ വന്നതാണെങ്കിൽ മോളെ ഒന്ന് കാണാനാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം പിള്ള അങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട്. അന്നേരം പിള്ളയെ കണ്ടിട്ട് അയ്യോ ഇത് എന്ത് പറ്റിയാന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഒരു ആക്സിഡൻ്റ് ആണ്, ഓട്ടോ മറിഞ്ഞതാണെന്ന് ഗോപാലകൃഷ്ണൻ രാഘവൻ നായർ പറയുന്നുണ്ട്. അന്നേരം ഞാൻ മോളെ കാണാനാണ് വന്നതെന്ന് പറയുമ്പോൾ ശാലിനി ഇവിടെ ഇല്ല എന്നിങ്ങനെ രാഘവൻ നായർ പറയുന്നുണ്ട്. അന്നേരം അല്ല ശാരികയുടെ കുഞ്ഞിനെ കാണാനാണ് എന്ന് പറയുമ്പോൾ ഗോപാലകൃഷ്ണൻ പറയുകയാണ് അത് പിന്നെ ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ. അന്നേരം
അന്നേരം ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, ഒരു കേസിൽപ്പെട്ട് മാറി നിൽക്കുകയല്ലായിരുന്നു, അതൊക്കെ അറിഞ്ഞു കാണുമല്ലോ എന്ന്. അന്നേരം അതല്ല, കുഞ്ഞിനെ ഇവിടെ ഇല്ല എന്ന് പറയുകയാണ്. അന്നേരം കുഞ്ഞിവിടെ ഇല്ലേ ഇങ്ങനെ ഗോപാലകൃഷ്ണൻ ചാടി എഴുന്നേൽക്കുന്നുണ്ട്. അന്നേരം എന്താണെന്നൊന്നും അറിയില്ല, ആരെ കൊണ്ടുപോയതെന്നൊന്നും അറിയില്ല, പോലീസുകാർ ശാലിനിയൊക്കെ അന്വേഷിക്കുന്നുണ്ട് എന്ന് പറയുകയാണ്. അന്നേരം ഗോപാലകൃഷ്ണൻ ആദ്യമായിട്ട് പറയുന്നുണ്ട്, അത് എൻ്റെ മോളെ എവിടെയെന്ന് അറിയണ്ടേ, ഇനി ഇവിടെയല്ലേ വളർത്താൻ ഏൽപ്പിച്ചത്. രാഘവൻ നായർ അതിന് മറുപടി പറയണമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് സത്യഭാമ അകത്തുനിന്ന് വരുന്നുണ്ട്, കുഞ്ഞിയും പിന്നാലെ വരുന്നുണ്ട്. അന്നേരം അതേ ഗോപാലകൃഷ്ണ, പിന്നെ കുഞ്ഞിനെ വളർത്താൻ ഏൽപ്പിച്ചവരോട് ചോദിക്കണമല്ലോ മറുപടി എന്താണ്, ഞാനും ഏറ്റിട്ടില്ല, ഇവിടെ ആരും പറഞ്ഞിട്ടില്ല, രാഘവേട്ടനും ഏറ്റിട്ടില്ല, എന്താ രാഘവേട്ടനെ ഏറ്റിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം എനിക്ക് മറുപടി തരേണ്ടത് ശാലിനിയാണ്, ഞാൻ വളർത്താൻ ഏൽപ്പിച്ചത് അവളെയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം എങ്കിൽ പിന്നെ അവളോട് തന്നെ പോയി ചോദ്യം, ഇപ്പോൾ കിട്ടും മറുപടി എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം എന്താ രാഘവൻ നായർ ഇതൊക്കെ എന്നിങ്ങനെ ഗോപാലകൃഷ്ണൻ ചോദിക്കുന്നുണ്ട്. അന്നേരം പെട്ടെന്ന് രാഘവൻ നായർ അങ്ങോട്ട് എഴുന്നേറ്റിട്ട് ഞാൻ മരുന്ന് കഴിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് രാഘവൻ നായർ അവിടെ നിന്ന് അങ്ങനെ രക്ഷപ്പെടുകയാണ്. വാ പിള്ളേ എന്ന് പറഞ്ഞിട്ട് പിള്ളേയും വിളിച്ചിട്ടുണ്ടെങ്കിൽ അകത്തേക്ക് പോകുന്നുണ്ട്. അതായത് സത്യഭാമ സംസാരിക്കുന്നതൊന്നും അവിടെ രാഘവൻ നായർ കേൾക്കാനുള്ള ഒരിട വരുന്നില്ല. അതിനൊന്നാണ് രാഘവൻ നായർ അവിടെ ഒഴിവാക്കുന്നത് പോലെ കാണിക്കുന്നത്. അന്നേരം പറയുന്നുണ്ട്, അവളാണെങ്കിലേ ഒരിക്കലും സത്യം പറഞ്ഞവർക്ക് ശീലമില്ല, കള്ളം പറയുകയല്ലേ അവർക്ക് ശീലം എന്ന് പറയുകയാണ്. അന്നേരം എന്നാലും അവൾ തന്നെയാണ് എനിക്ക് മറുപടി പറയേണ്ടത് എന്ന് പറയുന്നുണ്ട്. അന്നേരം ഭാമ പറയുകയാണ്, എൻ്റെ മകൻ വിഷ്ണു മരിച്ചിട്ട് നിങ്ങളോട് പറഞ്ഞോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം സത്യഭാമയ്ക്ക് സങ്കടം വരുന്നുണ്ട്. ഗോപാലകൃഷ്ണൻ ചോദിക്കുന്നു, വിഷ്ണു മരിച്ചെന്നോ എന്ന് പറയുകയാണ്. അതെ, അവൻ്റെ മോനെ ഈ ഭൂമിയിലില്ല, അവൻ പോയി, പിന്നെ അവൻ ആ ഒരു ആദിയിൽ കഴിയുകയാണ്. അതിപ്പോൾ ഞാൻ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നു ഉള്ളത് ഞാൻ വിളിക്കുന്ന ദൈവങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. പിന്നെ അവൾ അവസാനമായിട്ട് എൻ്റെ മകൻ്റെ ഒരു ശരീരം പോലും അവളെന്നെ കാണിച്ചില്ല, അവൾക്കെല്ലാം അറിയാമായിരുന്നു. ഇനി കൊന്നത് എന്തിനാണെന്ന് വെറും 30 ലക്ഷം രൂപയ്ക്ക് വേണ്ടി. അത് അവളുടെ അക്കൗണ്ടിലേക്ക് വരികയും ചെയ്തു. ദൈവം എന്നുള്ളത് സത്യമുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞത്, എൻ്റെ മകൻ മരിച്ചു എന്നുള്ളത് ഞാൻ അറിഞ്ഞത്. അവളുടെ കൂടെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവളെ ഇറക്കി വിട്ടത്. ഇനി അവളുടെ കൂടെ ഈ വീട്ടിൽ ജീവിക്കാനായിട്ട് എനിക്ക് കഴിയില്ല. ഞാൻ ഇറക്കി വിട്ടതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ, അല്ലെങ്കിൽ അവൾ എന്നെയും കൊല്ലും, എനിക്ക് പേടിയാണ്, പണത്തിന് വേണ്ടി അവൾ എന്തും ചെയ്യും എന്നൊക്കെ പറഞ്ഞിങ്ങനെ സത്യഭാമ ആകെ സങ്കടപ്പെട്ട് കരയും പറയുകയൊക്കെ ചെയ്യുകയാണ്. അങ്ങനെ പൊന്നി ഇത് സങ്കടത്തോടെ കേട്ടുകൊണ്ട് നിൽക്കുന്നേ ഉള്ളൂ. അങ്ങനെ ഗോപാലകൃഷ്ണൻ ഒരു മറുപടി ഇല്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇത്രയുമേ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ അടുത്ത എപ്പിസോഡിലാണ് ശാലിനി ആണെങ്കിൽ ഇങ്ങനെ അവിടത്തേക്ക് പോകുന്നതുമൊക്കെ, അവിടെ കുടുംബശ്രീ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഗോപാലകൃഷ്ണൻ കയറ്റില്ല ഇറങ്ങി പോകുന്നതൊക്കെയാണ്. പിന്നീടാണ് ഇനി രേഷ്മയും കമലിനും ഒക്കെ ഇവിടേക്ക് ഭാമയെ കാണാനായിട്ട് വരുന്നത്. ഒന്നുകിൽ ഭാമ അന്വേഷിച്ച് പോകും, അല്ലെങ്കിൽ ശിവൻ്റെ വീട്ടിലേക്ക് പോയതെങ്കിലും ഒന്നായിരിക്കും. അത് നോക്കാം. ഓക്കെ, താങ്ക് യു.